രാഷ്ട്രീയം നിർത്തിയെന്നാണോ പറയുന്നത്? രാഷ്ട്രീയം നിർത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കുന്നതിന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ പറയുള്ളൂ, നമ്മളിപ്പോൾ ഇത്രയും കാലം വർക്ക് ചെയ്തു, കുറേ ജോലികൾ ചെയ്തു, ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു, നമ്മുടെ ഒരു പ്രൊഫഷനും ഒക്കെ അങ്ങ് മാറ്റി വെച്ച് ചെയ്തു. അതെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ ഒന്നിനും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ വേണ്ട, ഒരു കാര്യത്തിൽ വേണ്ട, പിന്നെ കിടന്ന് ജോലി മാത്രം അങ്ങ് ചെയ്തോണമെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ചേച്ചി ഞങ്ങളുടെ കൊട്ടാരക്കരയില് ജില്ലാ പഞ്ചായത്ത് മെമ്പറായും MLA ആയിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചു. ഒരു സ്വാർത്ഥ ലാഭങ്ങളും ഉണ്ടാക്കാതെ തന്നെ ചേച്ചി ഈ രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയത്. ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും തിക്തമായ അനുഭവം, ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തിരി, അതായത് ഒരിക്കലും എനിക്ക് ഓർക്കാൻ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തതായ ഒരു അനുഭവം എന്തെങ്കിലും പരമായിട്ട് ഒട്ടുമേ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു സമയത്ത് നിർത്തണമെന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയം നിർത്തിയെന്നാണോ പറയുന്നത്? രാഷ്ട്രീയം നിർത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കുന്നതിന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ പറയുള്ളൂ, നമ്മളിപ്പോൾ ഇത്രയും കാലം വർക്ക് ചെയ്തു, കുറേ ജോലികൾ ചെയ്തു, ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു, നമ്മുടെ ഒരു പ്രൊഫഷനും ഒക്കെ അങ്ങ് മാറ്റി വെച്ച് ചെയ്തു. അതെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ ഒന്നിനും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ വേണ്ട, ഒരു കാര്യത്തിൽ വേണ്ട, പിന്നെ കിടന്ന് ജോലി മാത്രം അങ്ങ് ചെയ്തോണമെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ പ്രൊഫഷനല്ലേ നല്ലത്. നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു കംഫർട്ടബിൾ സ്പേസ് വരണം. നമ്മളെ അത്രയും നാൾ ചെയ്തതിനൊരു ഒരു ഒരു സ്നേഹം ഉണ്ടാകണം. അതില്ലാതെ വന്നാൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഇത്ര നാള് ഞാൻ ഇരുന്ന അത്രയും നാള് രാഷ്ട്രീയ ജീവിതവും അതിന്റെ കൂടെയാണല്ലോ ഈ ജനപ്രതിനിധി, അങ്ങനെ പൊതുപ്രവർത്തനം. അതിൽ എനിക്ക് ഇത്രയും നാൾ ചെയ്തത് ഞാൻ 100% ടൈം കളയാതെ ചെയ്തു എന്നൊരു സന്തോഷമുണ്ട്. പിന്നെ വീണ്ടും 2 വർഷം കൂടി ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അപ്പോഴാണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം സ്റ്റോപ്പ് ചെയ്തേക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ നല്ല തുടരണം എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കില്ലാതെ വന്നാൽ എപ്പോഴും ഇങ്ങനെ കഠിനമായ ജോലികൾ മാത്രമാവുകയും ഒന്ന് സഞ്ചരിക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് ഇടപെടാനായാലും ഒക്കെ ഇതുകൊണ്ടാണ് പലരും മുമ്പോട്ട് വരാതിരിക്കുന്നത്. അതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രൊഫഷനാണ്. നമുക്ക് നമ്മുടെ അന്തസ്സായിട്ട് നമ്മൾ അർഹതപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ MLA ആയിരുന്നു, എനിക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തല്ലോ. അത് പിന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ ചോദിച്ചാൽ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ പറയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ പാർട്ടിയിലാണെങ്കിലും പാർട്ടിയിലെ എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ വേറൊന്നും അല്ലല്ലോ. അവിടെ കമ്മിറ്റിയിലെ ഉയർന്ന സ്ഥാനങ്ങളാണല്ലോ എല്ലാ രാഷ്ട്രീയത്തിലും നോക്കുന്നത്. അതൊരു പ്രശ്നം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ ഒരു ബാലികല മലയായിട്ടിരിക്കുന്ന സമയത്താണ് ചേച്ചിയെ പോലുള്ളവർ വന്ന് കൊട്ടാരക്കരയുടെ MLA ആയി മാറുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ നിന്ന് ആ ഒരു യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ചേച്ചിയാണ് അതിനൊരു മാറ്റം വരുത്തി കൊടുത്ത് കൊട്ടാരക്കരയിൽ ശക്തമായ രീതിയിലുള്ള ഒരു MLA സാന്നിധ്യം അറിയിച്ചത്. ആ ചേച്ചിക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള, എനിക്കിതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ലഭിക്കാമായിരുന്നു എന്ന് തോന്നിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതങ്ങനെ പറയാൻ എനിക്ക് പറ്റുന്നില്ല. എന്നെ ഏൽപ്പിച്ചാലും ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്യും, അത് സംശയമില്ല. വെറുതെ ഒരു MLA ആയിട്ടിരുന്നപ്പോൾ ഇവിടെ ഓരോ ടേണിലും ചെയ്തത് നോക്ക്, 5 മിനിറ്റ് കളഞ്ഞോ? എന്തെന്ത് വലിയ സംഭവങ്ങൾ ഫസ്റ്റ് ടേണിൽ തന്നെ വന്നു. ചേച്ചി അത്തരത്തിൽ ഇപ്പം രാഷ്ട്രീയത്തിനും അത് ശരിയാണ്, പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്, പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ചേച്ചിയിൽ വിശ്വസിച്ചതിൽ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയ്ക്ക് ഒരു മന്ത്രി ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ MLA എന്നൊരാളെ വിളിക്കണമെന്ന് നിർബന്ധം വരുന്നില്ല. ആ ഒരു സാഹചര്യമായിരിക്കത്തില്ലയോ ചേച്ചി ആദ്യം പറഞ്ഞതിന് ഞാൻ ഒരു മറുപടിയായിട്ട് ചോദിക്കുക, അതായിരിക്കുമോ അതിനൊരു കാരണം? മനസ്സിലായില്ല എനിക്കത്. അതായത് ഇപ്പൊ ചേച്ചി ആയാലും ശരി, ഒരാൾക്കാർക്ക് വിളിച്ച് ഒരു ഉദ്ഘാടനങ്ങളായാലും പാർട്ടിയുടെ പരിപാടികളായാലും ശരി ചേച്ചിയെ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവം ചിലപ്പോൾ ഉണ്ടായതായിട്ട് തോന്നാം.
അതിന് കാരണം ഒരു അവൈലബിലിറ്റി മിനിസ്റ്ററുടെ ഉണ്ടായത് കൊണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരുപക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളവിടെ അത്രയും ഇതായിട്ട് ഓടി നടന്നുകൊണ്ടിരുന്ന, അപ്പം നമ്മളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരുമ്പോഴും പ്രസൻസ് വേണ്ടാന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തേക്കുക എന്നുള്ളതല്ലേ നല്ലത്. എൻ്റെ ഒരു പ്രസൻസ് ഇപ്പം ഞാൻ മുൻ MLA ആയതുകൊണ്ട് മുൻ MLA-മാരെ ഒന്നിനും വിളിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നിലും പങ്കെടുക്കണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്. അത് തന്നെയാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. നമ്മുടെ ഒരു പ്രസൻസ് ആവശ്യമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞേക്കുക, അത്രേ ഉള്ളൂ. വേറെ എന്ന് വെച്ചാൽ സ്ത്രീകളെ ഒരിക്കലും അത്ര കാര്യമായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. സ്ത്രീകളെ കഴിയുമെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ പലയിടത്തും ഇനിയിപ്പം 29 മുതലേ സംവരണം 33 വരുന്നുണ്ടല്ലോ, പാർലമെന്റ് പാസ്സാക്കിയത്. അതൊക്കെ ഇഫക്റ്റീവായി വന്നാലും അതിലും നല്ല ഒരു വേറുള്ള പരിഗണന നോക്കാതെ ഏബിളായിട്ടുള്ളവരെയും ചെയ്യാൻ കഴിവുള്ളവരെയും കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഒരു പാർട്ടിയും സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പാർട്ടിയും സ്വീകരിക്കുമെന്ന് ഞാൻ രാഷ്ട്രീയം അങ്ങനെയാണ്. അത് മാറ്റം വരണമെങ്കിൽ സ്ത്രീകൾ വിചാരിക്കണം. അംഗീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേച്ചി ആരെങ്കിലും വിളിച്ചാൽ? അങ്ങനെയൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഒന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാവുന്ന എനിക്കിപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാവുന്ന എൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ മറ്റേത് പറ്റാതെ വന്നെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന്, എൻ്റെ ആവശ്യം അവിടെ ഇല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇതിനോട് താല്പര്യമുണ്ട് എന്നിരിക്കട്ടെ, ചേച്ചിയുടെ സേവനം കൊട്ടാരക്കരയ്ക്ക് വേണം, അല്ലെങ്കിൽ വലിയ സംഭാവനകൾ ചേച്ചിയെ പോലെ ഒരാളിൽ നിന്ന് വലിയ എക്സ്പെക്ടേഷൻ, ഇപ്പം ഞങ്ങൾക്കൊക്കെ വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിൽ നിൽക്കുക, ഞങ്ങളെ കൂട്ടിലുള്ള ചേച്ചി ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് തഴയപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയാൽ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിനോട്, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചേച്ചിയെ സ്വീകരിക്കാൻ തയ്യാറായി വന്നാൽ ചേച്ചിയുടെ മനസ്സെങ്ങനെയായിരിക്കും? ഇതുവരെ അതിനൊന്നും അങ്ങനെ ഒരു ചിന്ത വന്നില്ല. ഇതുവരെ വന്നില്ല. അല്ലെ, അങ്ങനെ ഒരു ചിന്ത വന്നില്ല. ഒരു കാര്യത്തിലും അങ്ങനെ ഒരു ചിന്തയേ വന്നില്ല. ഇപ്പൊ വന്നതെന്ന് വെച്ചാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എനിക്ക് എൻജോയ് ചെയ്യാവുന്ന എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ അങ്ങ് ഡൈവേർട്ട് ചെയ്തു. പക്ഷെ ഇപ്പോഴും ഞാൻ മനുഷ്യരെ സഹായിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം പൊതുവായ കാര്യങ്ങളിലൊക്കെ വിളിച്ചാലും ഞാൻ പോവാറുണ്ട്, പൊതുവായ ഫംഗ്ഷനുകളിൽ പോവാറുണ്ട്. അതിനൊന്നും ഒരു രാഷ്ട്രീയം വേണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും സംഘടനകളുടെ ഒക്കെ കാര്യങ്ങൾ വന്നാൽ അതിനകത്തെല്ലാം കാര്യമായിട്ട് ഞാൻ ഇടപെടാറുണ്ട്.